അയ്യോ അയ്യോ. വാ വാ മോളെ ഇവിടെ ഇരിക്കും. അല്ല എന്ത് തെറ്റിന്റെ ശിക്ഷയാണ് നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നേ? അച്ഛാ അതൊന്നും സാരമില്ല. അല്ല മോളെ, ഒരു കാര്യം തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ്. അത് കുട്ടികൾ ചെയ്താലും മുതിർന്നവർ ചെയ്താലും തെറ്റിന് മുന്നിൽ തല കുനിക്കാൻ പാടില്ല, അത്ര തന്നെ. ചേട്ടത്തി, നിങ്ങളുടെ ഈ അസ്വസ്ഥത, നിങ്ങളുടെ ഈ വെറുപ്പ്, ദേഷ്യം, അതൊക്കെ ഒരു ഭാഗത്തിരിക്കട്ടെ. പക്ഷെ അത് നിങ്ങൾ തെറ്റായ രീതിയിലാണ് പുറത്ത് കാണിക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിന്റെ കൂടെ എവിടെയെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുന്നത് വലിയ മഹാ അപരാധമൊന്നും അല്ലല്ലോ. ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ദ്രോഹിച്ച് ഈ അവസ്ഥയിലാക്കിയിട്ട് നമ്മുടെ വില നമ്മുടെ മുന്നിൽ തന്നെ ഇടിയല്ലേ? ഇല്ല ചേട്ടത്തി, ഇത് ശരിയാവില്ല. ഇങ്ങനെ പോയി ശരിയാവില്ല. ഈ വീട്ടിൽ പുതിയ മരുമോൾ ചെയ്യേണ്ട കാര്യമേ ഇനി ഇവൾ ചെയ്യൂ. ഇക്ഷ സൂരജിനോടൊപ്പം നാളെ തന്നെ നമ്മളെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം. മോണിക്ക് പൂരന്റെ കൂടെ അയച്ചതുപോലെ. ചേട്ടത്തി, ആദ്യം കിട്ടേണ്ടത് പുതിയ ദമ്പതിമാർക്ക് പുതിയ ജീവിതം നയിക്കേണ്ട അനുഗ്രഹമാണ്, ശിക്ഷയല്ല. സൂരജ് എങ്ങോട്ടും പോവില്ല. എന്ത് അവകാശം കൊണ്ടാ പോകുന്നേ? ഞാൻ ഇവളെ മരുമകളായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ അവളെ അങ്ങനെ കണ്ടില്ലെങ്കിൽ അവൾ അങ്ങനെ ആയി കഴിഞ്ഞു. ചേട്ടത്തി, മരുമകളെന്ന നിലയിൽ നിങ്ങൾ അവൾക്ക് ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ ചെയ്ത് നിങ്ങൾ അത് തെളിയിച്ചല്ലോ. ഇപ്പോൾ അവൾക്ക് ഈ വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശവും നിങ്ങൾ തന്നെയല്ലേ കൊടുത്തത്? അതുകൊണ്ടല്ലേ മറ്റുള്ളവരെ പോലെ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ അവൾക്ക് കൊടുക്കുന്നത്. ഇനി ഒന്നും പറയണ്ട. നാളെ സൂരജും ഈശയും കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നു, ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നു. മറ്റൊന്നും പറയരുത്. പുതിയ മണവാട്ടിയുടെ കയ്യില് ആകെയുള്ളത് 4 സാരിയാ. അതിലാണെങ്കിൽ ചുമന്ന സാരി ഇല്ല താനും. എങ്ങനെ അമ്പലത്തിലേക്ക് പോവും? ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും പറ്റിയേനെ. താങ്ക് യു. സൂരജ്, അത് സൂരജ്, ആക്ച്വലി ഞാൻ ആകെ ഒരു വിഷമത്തിപ്പെട്ടിരിക്ക. ഇപ്പോഴെങ്കിലും അതൊന്നും മനസ്സിലാക്കിയല്ലോ. അതിപ്പോ ഈ സിറ്റുവേഷനിൽ നിങ്ങളെന്നല്ല ഏതൊരു പെൺകുട്ടിയാണെങ്കിലും വിഷമിച്ചു പോകുന്നേ. റിയലി? അപ്പൊ നിനക്ക് വിഷമം മനസ്സിലാവുന്നുണ്ടോ? കൊള്ളാം. എനിക്കല്ലാതെ മാഡത്തിന്റെ വിഷമം വേറെ ആർക്കാ മനസ്സിലാവുന്നത്? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നീ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്യോ? ഇതല്ല ഞാൻ ദിവസങ്ങളായിട്ട് പറയുന്നത്. ഇതിനുള്ള സൊല്യൂഷനും എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ മാഡത്തിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. അച്ഛനോ? ഇതിലിപ്പോ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്താവാനാ? ഞാനിപ്പോ ഏത് കളർ സാരി ഉടുത്ത് നിന്റെ കൂടെ അമ്പലത്തിൽ വന്നാലും അച്ഛൻ എന്താ? സാരിയോ? അല്ല, ഇതിനിടയ്ക്ക് സാരി ഇവിടുന്ന് കയറി വന്ന്? സാരി ഇതിനിടയ്ക്ക് കയറി വന്നതല്ല, ഇവിടെ തന്നെ കിടക്കല്ലേ. പക്ഷെ ഇതില് ഒരു പൂജയ്ക്ക് പോകാൻ പറ്റിയ ഒരു സാരിയില്ല. സൂരജ്, ഒന്നും വിചാരിക്കരുത്. പക്ഷെ നിന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്ത് എനിക്ക് വേണ്ടി ചുമന്ന സാരി കൊണ്ടുവരാൻ പറ്റുമോ? നാളെ നമ്മള് കുടുംബക്ഷേത്രത്തിൽ പോവാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഞാൻ ചുമന്ന കളറിലുള്ള സാരി എടുത്ത് അവിടെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പൊ മാഡം നേരത്തെ മുതല് ഈ സാരിയുടെ കാര്യമാണോ പറഞ്ഞോണ്ടിരുന്നത്? ആ, വേറെന്താ?
പിന്നെ ആ ചുമന്ന സാരിക്ക് മാച്ചായിട്ട് വള മാല കമ്മല് പൊട്ട് ലിപ്സ്റ്റിക് എല്ലാം വേണം. നമ്മള് ആദ്യമായിട്ടല്ലേ കുടുംബക്ഷേത്രത്തിൽ പോകുന്നേ? ഇതൊക്കെ ഇല്ലാതെ പിന്നെ ഹലോ എങ്ങനെയാ? എക്സ്ക്യൂസ് മീ മാഡം, നമ്മള് കുലദൈവത്തിന്റെ അടുത്താ പോകുന്നത്. കുലദൈവം അവിടെ വേറെ പണിയൊന്നും ഇല്ലാതെ ഇരിക്കുകയല്ല. നിങ്ങളുടെ ഈ ലിപ്സ്റ്റിക്ക് പൊട്ട് മാച്ച് ആയിട്ടുള്ള വളകള് ഇതൊക്കെ ചെക്ക് ചെയ്യാ. കൊടുക്കുന്ന സാരിയുടെ കളറല്ല, മനസ്സിലെ ഭക്തിയാ വലുത്. മനസ്സിലായോ? നീ കൂടുതലൊന്നും പറയണ്ട. സാരി വാങ്ങാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ മതി. കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ചുമന്ന കളർ സാരി കൊടുക്കും. നീ എന്തൊരു മനുഷ്യനാ? വിവാഹം കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചന തന്നെ ചുമന്ന സാരി അറിയോ? ആദ്യത്തെ വഴിയാണ് സമയം എന്ന് വെച്ചാൽ സ്നേഹപൂർവ്വം സംസാരിച്ച് കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിലൂടെ സാവധാനം സ്നേഹത്തിൽ സമാധാനത്തിൽ ചേർത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. എന്നാ ശരി, സാരിയുടെ കൂടെ ഇനി എന്തൊക്കെയാണോ വേണ്ടത് അതിന്റെ ഒരു ലിസ്റ്റിംഗ് തന്നോളൂ, ഞാനെല്ലാം വാങ്ങിയിട്ട് വരാം. വേറൊന്നും വേണ്ട, മാച്ചിങ് നെയിൽ പോളിഷും കൂടി വേണം പ്ലീസ്. എന്തൊരു ജന്മം! ഈ വീട്ടിൽ ഇതുവരെ എന്തൊക്കെ നടന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോട്ടെ, പകരം സാരിയുടെ കളറിനെ കുറിച്ചാ ചിന്തിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറഞ്ഞോ? ഞാനോ? ഞാനിനിയിപ്പോ എന്തു പറയാനാ? ഒന്നുമില്ല. ആ ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കി തന്നാ എനിക്ക് പോവായിരുന്നു, മാർക്കറ്റ് വരെ പോയിട്ടെ. കാവ്യ, അത് മതി, കൊറേ നേരമായി. ഞാൻ കണ്ണു തുറക്കാൻ പോവാ. വേണ്ട 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 വേണ്ട, 1 മിനിറ്റ് അല്ല 2 മിനിറ്റ്. ഞാൻ തുറക്കുക. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ താങ്കൾക്ക് കണ്ണുകൾ തുറക്കാവുന്നതാണ്. അല്ല, ഈ ഫോട്ടോസ് ഒക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി? നിങ്ങളുടെ ഏട്ടത്തി തന്നതാ. നിങ്ങൾ ഈ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് എപ്പോഴും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും.